ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത് സാഗർ പണം പലിശയ്ക്ക് വാങ്ങിയ പലിശക്കാരെല്ലാവരും അലിഗയിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ഒരു മീറ്റിംഗ് ആണ്. അലിഗയിൽ ദേവ്ജിയും ജയമോഹനും മാനസിയും എല്ലാം ഉണ്ട്. ജയമോഹൻ പിന്നെ പലിശക്കാരോട് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അലിഗയുടെ അക്കൗണ്ടിലേക്കല്ല, സാഗറിന്റെ പേഴ്സണൽ അക്കൗണ്ട് നമ്പറിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാശ് അലിഗ തിരിച്ചു തരേണ്ട കാര്യമില്ല, അത് സാഗർ തന്നെ തന്നോളും. അതുകൊണ്ട് എനിക്കോ അലിഗയ്ക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയാണ് ജയമോഹൻ. അങ്ങനെ എല്ലാ കടബാധ്യതയും സാഗറിന്റെ തലയിലേക്ക് ഇടുകയാണ് ജയമോഹൻ. ജയമോഹൻ പിന്നെ ഇവരോട് നിങ്ങൾ അതോർത്തൊന്നും പേടിക്കണ്ട, ഞാൻ എന്തായാലും സാഗറിന്റെ മുമ്പിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ കടങ്ങളെല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി സാഗറിന്റെ പേരിലുള്ള അലിഗയുടെ എല്ലാ ഷെയറും ഞാൻ എഴുതി വാങ്ങാൻ പോവുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മാനസിയും ജയമോഹനും അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ദേവ്ജിക്കും മഹിക്കും ഇവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാവുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗർ കൃഷും കൺമണിയും സാഗറിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ സാഗർ വീടിന്റെ പുറത്തെത്തുമ്പോൾ തന്നെ കൃപ ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. തുറന്ന് ആന്റിയമ്മി സുജാതി സാഗറിനോട് ഞങ്ങൾ മാനസിയെ കണ്ട് സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ സാഗർ ദേഷ്യം വരികയാണ്. നിങ്ങളൊന്നും ഞാൻ അവരോട് സംസാരിക്കേണ്ടെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ വരുണെ ഫോണിൽ വിളിക്കുകയാണ്. അലിഗയിൽ നിന്ന് സാഗർ ഞാൻ ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ്. തുറന്ന് ഫോൺ വെച്ച ശേഷം വരുണ പിന്നെ അച്ഛൻ കളിയാക്കുകയാണ്. നീ അങ്ങോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ എന്തിനാണ് ഞാൻ തന്നെ എപ്പോഴും പോയി എല്ലാ അടിയും ഏറ്റുവാങ്ങുന്നത്, കുറച്ചടി അവർക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അവരെ കളിയാക്കുകയാണ്. മാനസിയും ജയമോഹനും കളിയാക്കുകയാണ്. തുറന്നു കാണിക്കുന്ന സുജാതി ആന്റിയമ്മി കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ്. കൺമണിയും കൃഷിക്കാരനുമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ടാണ് കൺമണിയെ കുറ്റം പറയുന്നത്. കൺമണിയും കൃഷി ചേർന്ന് ജയമോഹനെയും മാനസിയോടും ദേഷ്യപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതികാരം എന്നോണമാണ് സാഗറിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റിയമ്മി സുജാതിയും കൺമണിയോട് ദേഷ്യപ്പെടുന്നത്. തുടർന്ന് ആന്റിയമ്മ പിന്നെ കൺമണി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി കൃഷി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ അമ്മയോട് ഞങ്ങൾ പോയതുകൊണ്ടൊന്നല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ സുജാത കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് കൃഷ്ണനോട്. കൃഷ്ണന്റെ മുഖത്ത് പോലും നോക്കാതെയാണ് സുജാത കൃഷ്ണനോട് പറയുന്നത്. എന്നാൽ ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കൃപ വരികയാണ്. അമ്മ എന്തിനാണ് കൺമണിയോട് ചേട്ടനോട് ദേഷ്യപ്പെടുന്നത്, എന്തിനാണ് അവർ കുറ്റം പറയുന്നത് ചോദിച്ചുകൊണ്ട് കൃപ നല്ല ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതി ആന്റിയമ്മി നീ മിണ്ടാതെ നിൽക്കുക, നിനക്കൊരു തേങ്ങ അറിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. സാഗർ നല്ല ദേഷ്യത്തിലാണ് അങ്ങോട്ടേക്ക് വരുന്നത്. സാഗർ പിന്നെ സുജാതിയോട് എന്തിനാണ് നീ ഇപ്പോൾ കൺമണിയെ കുറ്റം പറയുന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചാൽ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ കൺമണിയും കൃഷ്ണയും കുറ്റപ്പെടുത്തുന്നത്? എന്റെ കമ്പനിയിൽ നാട്ടിപ്പായച്ച മാനസിക്കും ജയമോഹനും വേണ്ടി വാദിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്ക് കൺമണിയെ കുറ്റപ്പെടുത്താനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കിളി പോയി നിൽക്കുകയാണ് ആന്റിയമ്മയും അതുപോലെ തന്നെ സുജാതിയും. തുറന്ന് സാഗർ പിന്നെ കൃഷ്ണനോടും കൺമണിയോടും നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ കണ്ട വേഗം തന്നെ പോയിക്കൊള്ളാൻ പറയുകയാണ്. തുറന്ന് കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് തീരുന്നത്.